അപ്പോൾ കസാക്കിസ്ഥാൻ സിറ്റി ടൂറിൻ്റെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പറഞ്ഞെങ്കിൽ നമ്മൾ പോകുന്നത് റിപ്പബ്ലിക് ഓഫ് സ്ക്വയർ എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ കസാക്കിസ്ഥാനെ കുറിച്ച് പറയണമെങ്കിൽ 70 കൊല്ലം സോവിയറ്റ് യൂണിയൻ ഭരിച്ച ഒരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. അതുകൊണ്ട് ഇവിടുത്തെ അധികം ഒരു 90% ആൾക്കാർ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ്. റഷ്യൻ ഭാഷയുണ്ട്, പിന്നെ കുറച്ച് തസാക്കി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കസാക്കിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് സ്ക്വയർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മീത്ത് ഒരു പ്രതിമ കാണുന്നോ, അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ മാൻ. അപ്പോൾ ഇതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചെങ്കിൽ കസാക്കിസ്ഥാൻ ഏകദേശം 1990 ശേഷമാണ് കസാക്കിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്മാരകത്തിൽ മറ്റേ കസാക്കിസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് പരിപാടികളെല്ലാം നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ രാത്രിയെല്ലാം നല്ല വ്യൂ എല്ലാം കാണും. അപ്പോൾ ഇത് വൺ ഓഫ് ദ ലാൻഡ് മാർക്ക് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റിപ്പബ്ലിക് ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. And your president is elected or you are elected? Presidential election? Election. Okay. Every 7 years. Every 7 years. അതായത് കസാക്കിസ്ഥാനിന്റെ ഇലക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ 7 കൊല്ലത്തിലൊരിക്കലാണ് ഇവിടെ ഇലക്ട് ആക്കുന്നത്. Like you are independent leaders, like who are they? A president. Yeah, our first president give it for us our independent, and his name is Nursultan Nazarbayev. He see it from our president. ഇവിടുത്തെ മെയിൻ നമ്മുടെ നാട്ടിലെ ചിക്കന് ബീഫ് പോലത്തെ മെയിൻ മീറ്റാണ് ഹോസ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് എക്സ്പ്ലോർ ആക്കുന്നത്, അത് കഴിക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അടുത്ത വീഡിയോ എന്ന് വെച്ചെങ്കിൽ നമ്മൾ കുതിര ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള വീഡിയോ ആണ്. അത് മസ്റ്റായിട്ട് കാണണം. ബൈ ഗൈസ്.